ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ബാഗിനകത്ത് ഒന്നുമില്ല, എന്നാലും ചുമ്മാ ഇട്ടേക്കുന്നതാണ്. എന്താണെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങളിത് ബസ്സിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ചങ്ങനാശ്ശേരി SM-ലാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ എപ്പോഴും അവിടെ തന്നെയാണ് പോകാറ്. അപ്പോൾ ഞങ്ങളിത് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അവിടുന്ന് കുറച്ച് നടക്കണം SM-ലോട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കടയിൽ ചെന്നിട്ടുണ്ട്. കടയിൽ ചെന്നുകൊണ്ട് ആദ്യം തന്നെ ചേട്ടായിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയത്. അവന് ഷർട്ടും പാൻറ്റും എല്ലാം എടുത്ത് കഴിയുമ്പോൾ കുറേ നേരം എടുക്കും. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ താഴെ പോയിട്ട് തുണി വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഞാനിത് താഴെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കുകയാണ്. അപ്പോൾ ചേട്ടായിയുടെ ഡ്രസ്സെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും ചേട്ടായും കൂടെ താഴോട്ട് വന്നായിരുന്നു. അപ്പോൾ ഞാനിതേ കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ അമ്മയെ കാണിക്കുമായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ എടുത്തു, കുറച്ചൊക്കെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ അമ്മയുടെ ഡ്രസ്സ് എടുപ്പാണ്. അത് കഴിഞ്ഞ് ആ ഫ്ലോറിൽ തന്നെ നമ്മൾ ആ ബില്ല് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ആ ഫ്ലോറിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള അടുത്ത ഫ്ലോറിൽ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് കോഡ് സെറ്റ് ഒക്കെ നോക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് താഴെ നോക്കിയപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു ബില്ല് അടിക്കുന്ന സ്ഥലത്ത്. ഫൈനലി അമ്മ ബില്ല് കൊടുത്തു, സാധനം എല്ലാം കിട്ടി. അത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഷേക്ക് കടയിൽ ചെന്നു. ഇവിടെ എപ്പോൾ നോക്കിയാലും ഭയങ്കര ആളാണ് കേട്ടോ. ചേട്ടായി ഓറിയോ ഷേക്ക് ഞങ്ങൾ അവിൽ മിൽക്ക് ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത്. അവൻ്റെയാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടമായി, പക്ഷേ കുറേ കഴിച്ച് എനിക്ക് മടുത്തു. പിന്നെ സ്കൂളിലോട്ടുള്ള ബുക്കും പൗച്ചും അതെല്ലാം കൂടെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു കടയിലാണ് ചെയ്യുന്നത്. ആദ്യമെല്ലാം നോക്കിയപ്പോൾ പിള്ളേരുടെ സൈസായിരുന്നു പൗച്ച്. നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അതുകൊണ്ട് നമുക്ക് ഞാൻ ഒരു കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള എടുക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് കൊടുക്കാൻ നേരത്ത് ഞാൻ ചുമ്മാ ഇതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. കുറച്ചൊക്കെ സാധനമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞാനിത് ഗ്ലൂവും ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിച്ചു. പിന്നെ ഞാൻ അമ്മയെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഇത് സാധനം വെച്ചാണ്, പക്ഷെ അങ്ങ് ഏറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ബാഗും ചെരുപ്പെല്ലാം വാങ്ങിക്കാൻ വേണ്ടി നോക്കിയിരുന്നു. ഒരു മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്ന്, പക്ഷെ സാധനം ഒന്നും ശരിയാവുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ ചെരുപ്പ് ഒന്നും ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ സൈസും കിട്ടുന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ഷേക്ക് മുമ്പേ കുടിച്ചായിരുന്നു. ഇത് വീണ്ടും ഞങ്ങളിത് ഒരു നാരങ്ങ വെള്ളം കൂടി കുടിച്ചിട്ട് ബസ്സിൽ കയറി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.